ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൽ സുഭാഷ് ചേട്ടനെ കുറിച്ചാട്ടോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹരീഷ് പറയാണ്, സുഭാഷ് ചേട്ടൻ നമ്മൾ കല്യാണം നോക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കാം, ചിലപ്പോൾ നടക്കുമായിരിക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ, നമ്മൾ അതിന് എന്തെങ്കിലും മുൻകൈ എടുക്കണ്ടേ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നമുക്ക് ബ്രോക്കറോട് പറഞ്ഞാലോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതും ആവാം, പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്താലോ, നമുക്ക് മാട്രിമോണി സൈറ്റിൽ കൊടുത്താലോ, അത് നല്ല ഓപ്ഷൻ അല്ലേ. അപ്പോൾ എല്ലാവരും മുഖം ഒന്ന് തെളിഞ്ഞു, അത് നല്ലതാ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നല്ല ഐഡിയ ആണല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് നിധി പറയുകയാണ്, ഞാൻ ഫോൺ എടുത്തിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നീട് അവിടെ ഇരിക്കുന്നത് മുമ്മറത്തെ സ്റ്റെപ്പുമിലാണ് കേട്ടോ, എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അതൊരു സന്തോഷമുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ പ്രേക്ഷകർക്ക്. അങ്ങനെ നിധി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ അവൾ സുഭാഷ് ചേട്ടൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ സുഭാഷ് ചേട്ടൻ്റെ ഇനീഷ്യലും ഫുൾ നെയിമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടെ അവളെ ഏജ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് 32. അത് കേട്ടപ്പോൾ നിധി ശരിക്കും ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തേ കൂടുതൽ തോന്നുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല തീരെ തോന്നിക്കില്ല കേട്ടോ. അപ്പോൾ സുധീഷ് എന്തോ ഒരു കമന്റ് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇയാളെ കണ്ട 35 തോന്നിക്കും. അപ്പോൾ എല്ലാവരും ചിരിക്കുക കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടൻ എത്ര വരെ പഠിച്ചു. അപ്പോൾ നമ്മുടെ സുധീഷ് വീണ്ടും കള്ളങ്ങൾ പറയാട്ടോ, തള്ളിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയാണ്, +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി പഠിച്ചോ അല്ലെങ്കിൽ +2 വരെയാണെന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്കറിയാം 10 കഴിഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടന് പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയാം, ഞാൻ പിന്നെ ഇട്ട് നോക്കിയതാണ്, നിങ്ങൾ എന്താ പറയാൻ നോക്കാൻ വേണ്ടിയിട്ട്. കള്ള ശീലിച്ചവൻ എന്നും കള്ളല്ലേ പറയൂ. അത് കേട്ടപ്പോൾ വീണ്ടും നികേഷും ഹരീഷും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് ഒരു ചമ്മി ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നിധി ബ്രദേഴ്സ് അൺമാരീഡ് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അവളോട് പറയാൻ പോയില്ല. പിന്നെ സുഭാഷ് ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അങ്ങനെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിധി പാക്കേജ് പറയാണ് കേട്ടോ, ഇത്ര മാസത്തിന് ഇത്ര അല്ലെങ്കിൽ 1 ഇയറിന് ഇത്ര എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലാണ് ക്യാഷ്, ഗൂഗിൾ പേയിൽ ഇല്ല, കാരണം ഫോൺ മിസ്സായതാണല്ലോ. എന്നിട്ട് പിന്നെ എനിക്കതൊന്നും വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ ഹരീഷും നികേഷും ഷോക്കായിട്ട് പറയുന്നുണ്ട്, ഇത് സുധീഷ് ചേട്ടൻ തന്നെയാണോ, ഞങ്ങളെ കാര്യത്തിലൊന്നും ഇത്ര ഉത്സാഹം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പേയ്മെൻറ്റ് അടയ്ക്കുകയാണ്. എന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനിയൊന്നുമില്ല, ഇനി പെൺകുട്ടികളെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വരും, അപ്പോൾ അവരെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് സുഭാഷ് ചേട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന. അപ്പം പെട്ടെന്ന് തന്നെ സുധീഷ് പറയാണ്, ഏട്ടന് കല്യാണം ആലോചിക്കായിരുന്നു എന്ന്. അപ്പോൾ നിധി അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, അല്ല സുഭാഷ് ചേട്ടൻ, ഞങ്ങളിങ്ങനെ എല്ലാവരും മനസ്സിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്ന് പറയായിരുന്നു എന്ന്. അങ്ങനെ സുഭാഷ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. അപ്പോൾ അവരൊക്കെ കളിയാക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടാ പറ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. അപ്പോൾ നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയാണ്, നല്ല സുന്ദരിയായിരിക്കണം, നല്ല പഠിപ്പുണ്ടാവണം, ജോലി ഉണ്ടാവണം, പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, കണ്ടോ നികേഷിന് വരെ ഉണ്ട്, പിന്നെ എന്താ സുഭാഷ് ചേട്ടൻ ഇല്ലാത്തത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയാണ്, ഓ അതാണോ, എന്നാൽ ഞാൻ പറയാം. മുടിക്ക് കുറച്ച് നീളമൊക്കെ ഉണ്ടായിരിക്കണം, പിന്നെ സാരി ഉടുക്കാൻ അറിയണം, പിന്നെ പാചകം ചെയ്യാൻ അറിയണമെന്നില്ല, പക്ഷെ ഞാൻ പാചകം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കണം. സുഭാഷ് ചേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവാട്ടോ. അവർക്ക് നല്ല ചിരി വരുന്നുണ്ട്, കാരണം സുഭാഷ് ചേട്ടൻ അങ്ങനെ പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടൻ കൊള്ളാലോ, ബാക്കി പറ എന്ന് പറയാം കേട്ടോ. അപ്പം സുഭാഷ് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, പിന്നെ അടി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടനോട് ആരടി ഉണ്ടാക്കാൻ. അല്ലടാ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ പറയലുണ്ട്, ഭാര്യ ഞാനും വഴക്കായി എന്നൊക്കെ കൂടുതലുള്ളവർ പറയാറുണ്ട്, പക്ഷെ അതൊന്നും പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ പിന്നെ സുഭാഷ് ചേട്ടൻ്റെ കുറേ സങ്കല്പങ്ങൾ അവരോട് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, കൊച്ചു കള്ളൻ, ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടനെ കിക്കിളിയാക്കാം കേട്ടോ. അപ്പോൾ കൂടെ ബാക്കി 2 പേരും കൂടെ വന്നിട്ട് സുഭാഷ് ചേട്ടനെ കിക്കിളിയാക്കാം. അങ്ങനെ സുഭാഷ് ചേട്ടൻ അവിടെ നിന്ന് ഓടുകയാണ്. അപ്പോൾ നിധീനെ ചുറ്റും അവർ വലം വെച്ചുകൊണ്ട് ഇങ്ങനെ കിക്കിളിയാക്കി ഇങ്ങോട്ട് കളിക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ സീന് കാണാൻ. നിധിയാണെങ്കിൽ മതിമറന്ന് ചിരിക്കുക കേട്ടോ, അവൾ പൊട്ടി ചിരിക്കുകയാണ്. കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത വിശേഷങ്ങൾ അറിയാനായിട്ട് എന്നെ കൂടെ കൂട്ടിക്കോളൂ. എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.